ഏറ്റവും പുതിയ മലയാള സിനിമയായിട്ടുള്ള ആൻ്റപ്പൻ്റെ അത്ഭുത പ്രവൃത്തികൾ എന്ന പടം കാണാൻ തീരുമാനിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത് ഹോംലി മീൽസ് എന്ന സിനിമയിലൂടെ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ ശ്രദ്ധേയമായ അരങ്ങേറ്റം കുറിച്ച വിപിൻ ആറ്റ്ലി ആണ് എന്നതാണ്. ഈ സിനിമയുടെ മുന്നോടിയായിട്ട് വന്നിട്ടുള്ള പ്രീ റിലീസ് ഇന്റർവ്യൂകളിൽ ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിരുന്നവർ ചില ദിവസങ്ങളിൽ ലാസ്റ്റ് മിനിറ്റിലാണ് ക്യാമറ വരെ കിട്ടിയത് എന്ന രീതിയിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡി സ്വഭാവം ചെറുതായിട്ടുള്ള ഈ സിനിമയെ പെർഫോമൻസ് പോരാ അല്ലെങ്കിൽ സാങ്കേതികമായിട്ട് കൊള്ളില്ല എന്ന രീതിയിൽ വിമർശിക്കുന്നതിൽ കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ സാമ്പത്തികം ഒരു വിഷയമാവാത്ത സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള എഴുത്തിലും ആൻ്റപ്പൻ്റെ അത്ഭുത പ്രവൃത്തികൾ കാര്യമായ പ്രവൃത്തികളൊന്നും ചെയ്തിട്ടില്ല. ഷൂട്ട് ചെയ്ത് വെച്ചത് മൊത്തം കയറ്റി വെച്ചതുപോലെയുള്ള എഡിറ്റിങ്ങും റൈറ്റിങ്ങിനെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കാൻ താല്പര്യം കാണിക്കാത്ത മേക്കിങ്ങും എല്ലാം കൂടി ആൻ്റപ്പൻ്റെ അത്ഭുത പ്രവൃത്തികളെ അത്ഭുതപ്പെടാൻ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സിനിമയാക്കി മാറ്റുകയാണ്. ആൻ്റപ്പൻ എന്ന് വിളിക്കപ്പെടുന്ന ഈശോ ആണ് നമ്മുടെ പ്രധാന കഥാപാത്രം. താൻ യേശുക്രിസ്തു ആണ് എന്നാണ് ആൻ്റപ്പൻ ശക്തമായിട്ട് വിശ്വസിക്കുന്നത്. ആ ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പുള്ളി 12 ശിഷ്യന്മാരെ തേടി ഇറങ്ങുകയാണ്. അവരെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നീട് മിറാക്കിളുകൾ നടത്തുക എന്നതാവും ടാസ്ക്. ഒരു സൈഡിലൂടെ ആൻ്റപ്പൻ ഇങ്ങനെ കയറി വരുന്നത് മതമേലധ്യക്ഷന്മാർക്ക് ചെറുതായിട്ട് ടെൻഷൻ കൊടുക്കുന്നുണ്ട്. ഇവർ തമ്മിലുള്ള ഉരസൽ എവിടെ ചെന്ന് അവസാനിക്കുന്നു എന്നതാണ് ആൻ്റപ്പൻ്റെ അത്ഭുത പ്രവർത്തികളിൽ നമ്മൾ കാണുന്നത്. ഈ പറഞ്ഞതിൽ നിന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നതുപോലെ അവർ ഉദ്ദേശിക്കുന്നത് ഒരു റിലീജിയസ് സറ്റയറാണ്. വിശ്വാസികളെ മുതലെടുക്കാനും നിയന്ത്രിക്കാനും വേണ്ടിയിട്ട് സഭയിലെ വലിയ വ്യക്തിത്വങ്ങൾ ബൈബിളിൽ പറഞ്ഞതും പറയാത്തതും ഒക്കെ ഉപയോഗിക്കുന്നതിനെയൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരിക എന്നതാണ് ഈ സിനിമയുടെ ഒരു ഉദ്ദേശം. പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു മോഡേൺ സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ള ഒരു സിനിമ തീർച്ചയായിട്ടും റെലവൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. പക്ഷെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് ആദ്യമായിട്ട് ആരെങ്കിലും പറയുന്ന ഒരു ഐഡിയ ഒന്നുമല്ല. താൻ കർത്താവാണ് എന്ന് പറഞ്ഞ് ലോകത്തിന്റെ പല കോണുകളിൽ ആളുകളെ പറ്റിച്ച പലരുടെയും റിയൽ ഫൂട്ടേജുകൾ കാണിച്ചുകൊണ്ടാണ് വിപിൻ ആറ്റ്ലി ഈ സിനിമ തുടങ്ങുന്നത്. ഈ ഒരു ഐഡിയയെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന PK പോലെയുള്ള സിനിമകൾ ഉപയോഗിച്ചിട്ടുള്ള ടെംപ്ലേറ്റിലേക്ക് ചേർത്ത് വെക്കുകയാണ് വിപിൻ ആറ്റ്ലി ഈ സിനിമയിലൂടെ ചെയ്യുന്നത്. വ്യാജ യേശുക്രിസ്തുമാരെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം PK സിനിമയിലെ അവസാന ഭാഗത്ത് വരുന്ന TV ഷോയിലേക്ക് അതിനെ ചേർത്ത് വെക്കുക എന്നതാണ് പുള്ളിക്കാരൻ ബേസിക്കലി ഇവിടെ ചെയ്യുന്നത്. എന്നാൽ ഈ പറഞ്ഞ TV ഷോ പരിപാടി വരെ കാര്യങ്ങൾ എങ്ങനെ എത്തിക്കണം എന്നതിൽ പുള്ളിക്ക് വലിയ ധാരണയില്ല. അതുകൊണ്ട് തന്നെ അത്രയും ഭാഗത്ത് വെട്ടിക്കളഞ്ഞാലും കഥയ്ക്ക് കാര്യമായിട്ടൊന്നും സംഭവിക്കാത്ത തരം നിർഗുണ കോമഡികളാണ് നമ്മൾ കണ്ട് സഹിക്കേണ്ടത്. സഭയുടെയൊക്കെ തലപ്പത്തിരിക്കുന്നവർക്ക് ശരിക്കും കൊള്ളുന്ന രീതിയിലുള്ള 1-2 ന്യായമായിട്ടുള്ള പോയിന്റുകൾ വിപിൻ ആറ്റ്ലിയുടെ കൈവശമുണ്ട്. പക്ഷെ നിങ്ങളുടെ നിലപാടുകൾ, ആശയങ്ങൾ മുതലായവ ചുമ്മാ പ്രസംഗം നടത്തുന്നത് പോലെ പറയുക എന്നതല്ല ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത്. ഫിലിം മേക്കിങ്ങിലെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് തിരക്കഥാ രചന എന്ന് പറയുന്നത്. വിനോദ് ചോപ്ര അടക്കമുള്ള പല പ്രമുഖ വ്യക്തികളും ഒരുപാട് ഡ്രാഫ്റ്റുകൾ എഴുതി തിരക്കഥയെ മിനുക്കിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയത്തിന് ഒരു വിഷ്വൽ ലാംഗ്വേജ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക. പക്ഷെ അത്തരം കാര്യങ്ങളിലൊക്കെ ആകെ മൊത്തത്തിൽ ഒരു തട്ടിക്കൂട്ട് വൈബാണ് ആൻ്റപ്പൻ്റെ അത്ഭുത പ്രവൃത്തികൾ നമുക്ക് തരുന്നത്. ഹോംലി മീൽസിൽ വിപിൻ ആറ്റ്ലി അടിച്ച വിൻഡോസ് മീഡിയ പ്ലെയർ കോമഡിയുടെ വേറെ ഒരു വെർഷനൊക്കെ കാണിച്ചുകൊണ്ട് പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ പുള്ളി ശ്രമിക്കുന്നുണ്ട്. ലൂസിഫർ എന്ന കഥാപാത്രത്തിന് പുള്ളി ഉപയോഗിച്ചിട്ടുള്ള കാസ്റ്റിംഗ് ചോയ്സ് കാണുകയാണെങ്കിൽ പുള്ളിയുടെ തലയിൽ എന്തൊക്കെയോ ആശയമുണ്ട് എന്ന് മനസ്സിലാകും. പക്ഷേ നേരത്തെ പറഞ്ഞ ധൃതി പിടിച്ച തരം മേക്കിംഗ് കാരണം ആ കാസ്റ്റിംഗ് ചോയ്സിന്റെ കാരണമൊന്നും നമുക്ക് മനസ്സിലാവുകയില്ല. 2.5 മണിക്കൂറിന് മുകളിലുള്ള സിനിമയിലെ ഭൂരിഭാഗം സമയത്തും കാര്യമായ സിനിമയ്ക്ക് ഗുണം ചെയ്യാത്ത തരം കോമഡികളാണ് കുത്തി നിറച്ചു വെച്ചിട്ടുള്ളത്. ചില സെഗ്മെന്റുകൾ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സീനുകൾ ഷൂട്ട് ചെയ്തതിന് ശേഷം എഡിറ്റിംഗ് ടേബിളിൽ വന്നപ്പോൾ അതിൽ നിന്ന് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കുന്നതിന് പകരം എടുത്തു വെച്ചതെല്ലാം നാട്ടുകാരെ കാണിക്കാമെന്ന് തീരുമാനിച്ചതുപോലെയാണ് പടം പല സ്ഥലത്തും മുന്നോട്ട് പോകുന്നത്. ഈ പടത്തിന്റെ ഒന്നാം പകുതി 1 മണിക്കൂറിൽ താഴെയാണ്. പിന്നീട് ഏതാണ്ട് ഒരു 100 മിനിറ്റോളം രണ്ടാം പകുതിയായിട്ട് നമുക്ക് കണ്ടിരിക്കേണ്ടി വരുന്നുണ്ട്. ബഡ്ജറ്റ് പരിമിതികൾ ഉള്ളത് സിനിമാറ്റോഗ്രാഫിയെ ബാധിച്ചിട്ടുണ്ട്. ഒറ്റ വാക്കും കൊണ്ട് 2-3 മിനിറ്റ് വലിച്ചു നീട്ടുന്ന തരം പാട്ടുകളും പശ്ചാത്തല സംഗീതവും വളരെയധികം ഇറിറ്റേറ്റിംഗ് ആണ്. ഇതിനു മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള സിനിമകൾക്ക് സമാനമായ രീതിയിൽ വിപിൻ ആറ്റ്ലി തന്നെയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. പുള്ളി സ്ഥിരം ചെയ്യുന്ന ഒരു നിഷ്കളങ്ക ഭാവ പരിപാടി ആൻ്റപ്പൻ എന്ന കഥാപാത്രത്തിന് കൊടുത്തിട്ടുണ്ട്. 12 ശിഷ്യന്മാരെ അവതരിപ്പിച്ചവരിൽ സാജിദ് യഹിയ, ഡൊമിനിക് ഡോം, കലേഷ് കണ്ണാട്ട് മുതലായവരെയാണ് നമ്മൾ ഇതിനു മുന്നേ പല സിനിമകളിലും കണ്ടിട്ടുള്ളത്. എത്രയോ കഥാപാത്രങ്ങൾ കയറി വരുന്ന ഈ പടത്തിലെ ഒട്ടുമിക്ക ആളുകളും പ്രൊഫഷണലായിട്ട് അഭിനയിക്കാൻ അറിയാത്തവരാണ്. ആ ഒരു പരിമിതി കാരണം ഉഴപ്പനായിട്ടുള്ള എഴുത്ത് കുറച്ചുകൂടെ മുഴച്ചു നിൽക്കുന്നുണ്ട്. ഒരൊറ്റ സീനിൽ മാത്രം വന്നു പോകുന്ന തരം റോളുകൾ ചില പ്രമുഖ താരങ്ങളും സംവിധായകരും പ്രൊഡക്ഷൻ കൺട്രോളർമാരും ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. മുന്നേ എപ്പോഴും ഏതോ ഒരു റിവ്യൂവിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞിരുന്നൊരു സംഗതിയാണ്, ആദ്യമായിട്ട് ഒരു ചെറിയ പടം പിടിക്കുന്നതിനെ കുറിച്ച് സാക്ഷാൽ ജെയിംസ് കാമറോൺ പറഞ്ഞിട്ടുള്ള ഒരു കോട്ട്. ക്യാമറ എടുക്കുക, എന്തെങ്കിലും ഷൂട്ട് ചെയ്യുക, എത്ര ചെറുതാണെങ്കിലും എത്ര പൈങ്കിളിയാണെങ്കിലും സുഹൃത്തുക്കളെയോ സ്വന്തം സഹോദരങ്ങളെയോ അഭിനയിപ്പിക്കേണ്ടി വന്നാലും അതുണ്ടാക്കുക. എന്നിട്ട് ഡയറക്റ്റഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേര് അതിൽ വെക്കുക. നിങ്ങളൊരു സംവിധായകനായിരിക്കുന്നു. ഇങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞത് സ്റ്റാർട്ടിംഗ് ട്രബിളുള്ള ഷോർട്ട് ഫിലിമൊക്കെ എടുക്കാൻ നോക്കുന്ന പോലത്തെ ആളുകളോടാണ്.
ഇതേ ലോജിക്കും വെച്ച് മുഖ്യധാര ഫീച്ചർ ഫിലിം എടുക്കാൻ നിൽക്കരുത്. വേറെ ഒരുത്തന്റെ പൈസയും സമയവും ചോദിച്ചതിന് ശേഷം ഒരു സിനിമ കാണിച്ചു കൊടുക്കുമ്പോൾ പണത്തിന്റെ പരിമിതി കാരണം ഉണ്ടാകുന്ന പാളിച്ചകൾ അവർ പൊറുത്താലും മെനക്കെടാൻ ശ്രമിക്കാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി വെച്ചാൽ അത് അവർ ക്ഷമിക്കാൻ സാധ്യതയില്ല. എഴുത്തും എഡിറ്റിംഗും എത്ര പണമില്ല എന്ന് പറയുന്ന സിനിമകളിലും ആർക്കും മെച്ചപ്പെടുത്താവുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ്. എന്നാൽ അതിന്റെ കാര്യത്തിൽ പോലും ആൻഡപ്പന്റെ അദ്ഭുത പ്രവർത്തികൾ ഒരു നല്ല എഫേർട്ട് എടുത്തതായിട്ട് തോന്നുന്നില്ല. ഈ പടമൊക്കെ എങ്ങനെ സെൻസർ ബോർഡ് അംഗീകരിച്ചു വിട്ടു എന്ന് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പലർക്കും സംശയം തോന്നിയേക്കാം. പക്ഷെ മേക്കിങ്ങിലെ നിലവാരച്യുതി കാരണം എല്ലാ മതസ്ഥർക്കും ഈ സിനിമ ഒരുപോലെ വർക്കാകാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു പ്രത്യേക സെക്യുലറിസം കൊണ്ടായിരിക്കും സെൻസർ ബോർഡ് പഞ്ചാബ് 95നെ ദ്രോഹിച്ചതുപോലെ ഈ പടത്തെ ദ്രോഹിക്കാഞ്ഞത്. ഇത്രയുമായിരുന്നു സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്